ഒരു ഹെവി വെഹിക്കിൾ ഡ്രൈവർ എന്ന നിലയിൽ അഭിമാനം കൊള്ളുകയാണ് ഈ നിമിഷം ഞാൻ. അനേകായിരം സ്ഥലങ്ങൾ കാണുവാനും അവിടുത്തെ സംസ്കാരങ്ങളെ അടുത്തറിയുവാനും സാധിച്ചു എന്നതിൽ ഞാനിന്നും സന്തോഷിക്കുന്നു. ഇന്ത്യ എന്ന മഹാരാജ്യത്ത് പൂന എന്ന സംസ്ഥാനത്തെ അഹമ്മദാനഗർ എന്ന ജില്ലയെ ആസ്പദമാക്കി ഉള്ള ഒരിടം കൂടിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അഹമ്മദാനഗറിൽ നിന്ന് ഏകദേശം 80 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന പാട്ന എന്ന ഒരു ഗ്രാമത്തിലേക്കാണ് നമ്മുടെ യാത്ര. യാത്രാമധ്യേ കൊച്ചു കൊച്ചു ഗ്രാമങ്ങളും കൊച്ചു കൊച്ചു വീടുകളും അമ്പലങ്ങളുമൊക്കെ നമ്മൾ കണ്ടു. നോക്കൂ, അങ്ങകലെ ഒരു ചെറു മന്ദിരം എന്ന കാരണം നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു അമ്പലമാണ്. മരുഭൂമിയെ മരുഭൂമിയുടെ സമാനതകളോട് കാണാൻ കഴിയുന്ന ഒരു പ്രദേശം കൂടിയാണിത്. ചെമ്പട്ടണിഞ്ഞ മലനിരകൾ, അങ്ങകലെ ഒരു തടാകം നമുക്ക് കാണാൻ കഴിയും. അകലെ എന്ന് പറയുമ്പോൾ ഏകദേശം 5-6 കിലോമീറ്റർ അകലെയാണ് ആ തടാകം സ്ഥിതി ചെയ്യുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നോക്കൂ, വിജനമായ വഴിയും തരിശിട്ട ഭൂമിയുമാണ് ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത്. യാത്രാമധ്യേ ഇടയ്ക്കൊക്കെ ആട്ടിടയന്മാരെയും കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പറ്റുമെങ്കിൽ എൻ്റെ ഈ വീഡിയോയിൽ ഞാനതും ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. കൃഷി മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടം ജനതയുടെ ഇടയിലേക്കാണ് നമ്മളിപ്പോൾ യാത്ര പോകുന്നത്. 20-25 കിലോമീറ്ററുകൾ വ്യത്യസ്തതയിൽ ഗ്രാമങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇത്. ഒരു ഗ്രാമം എന്ന് പറയുമ്പോൾ കുറഞ്ഞപക്ഷം 20-25 കുടുംബങ്ങൾ മാത്രം വസിക്കുന്ന ഇടം. ഇവിടെയുള്ളവർ പ്രധാനമായും യാത്രയ്ക്ക് ഉപയോഗിക്കുന്നത് ബൈക്കും അതുപോലെ തന്നെ ചരക്ക് വാഹനങ്ങളുമാണ്. ചെറു പിക്കപ്പുകളും ട്രാക്ടറുകളുമാണ് ഇവരുടെ പ്രധാന യാത്ര. കാരണം എന്തെന്നാൽ ഇവർക്ക് മറ്റു വാഹനങ്ങൾ ഇത്തരം സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കാം. കല്യാണം, മറ്റു കാര്യങ്ങൾക്കെല്ലാം ഇവർ യാത്ര ചെയ്യുന്നത് ഇത്തരം വാഹനങ്ങൾ തന്നെയാണ്. ആശുപത്രി, കോളേജ് തുടങ്ങിയ നഗരവിരുദ്ധമായ കാര്യങ്ങളെല്ലാം ഇവർക്ക് അന്യം നിൽക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്തെന്നാൽ ഇത്രയും ദൂരമാണ്. ദൂരമെന്ന് പറഞ്ഞാൽ ഏകദേശം 80-100 കിലോമീറ്റർ അകലെയാണ് കോളേജുകളും ഹോസ്പിറ്റലുകളും എല്ലാം സ്ഥിതി ചെയ്യുന്നത്. ഈ നാട്ടുകാർ പ്രധാനമായും ആശ്രയിക്കുന്നത് നാട്ടുവൈദ്യവും മന്ത്രവാദവും ഒക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രാചീന കാലഘട്ടത്തെ പിൻപറ്റും വിധമാണ് അവരുടെ ജീവിതവും. അല്പസ്വല്പം പരിഷ്കമായിരുന്ന സ്വഭാവവും പെരുമാറ്റവും അവരിൽ നിന്ന് നമുക്ക് അനുഭവപ്പെടും. കാരണം അവർ ജീവിക്കുന്നത് വിജനമാർന്ന വഴികളിലൂടെയുള്ള അല്ലെങ്കിൽ വിജനമായ പ്രദേശങ്ങളിലാണ് എന്നതാണ്. 20-25 കുടുംബങ്ങൾ മാത്രം വസിക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ അവരുടെ സംസ്കാരവും അതിൽ ചുരുങ്ങി നിൽക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നോക്കൂ, 2 ദിശകളിലായി നമ്മൾ കാണുന്നത്, ഇരുവശങ്ങളായി നമ്മൾ കാണുന്നത് വിജനമാർന്ന ഭൂമി, തരിശിട്ട മരുഭൂമിക്ക് സമാനം എന്ന വണ്ണമുള്ള ഭൂമി. ഞങ്ങൾ രാവിലെ 8 മണിക്ക് തുടങ്ങിയ യാത്ര ഇപ്പോൾ ഏകദേശം 12 മണിയോടടുത്തായി. ഇനിയും ഞങ്ങൾ ലോഡ് ചെയ്യേണ്ട സ്ഥലത്തേക്ക് എത്തിപ്പെട്ടിട്ടില്ല. ഏകദേശം 20 കിലോമീറ്റർ പിന്നിട്ടാൽ മാത്രമേ ആ പ്രദേശത്തേക്ക് എത്തിപ്പെടാൻ കഴിയുന്നുള്ളൂ. ഈ വിജനതയുടെ എല്ലാം അവസാനം ഒരു പച്ചപ്പാർന്ന കൊച്ചു ഗ്രാമമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ കാഴ്ചയിലേക്ക് അല്ലെങ്കിൽ ആ സ്ഥലത്തേക്ക് എത്താനുള്ള ആർജവത്തോടും ആഗ്രഹത്തോടും കൂടിയാണ് ഞങ്ങളുടെ യാത്ര. രാത്രി സമയങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു പക്ഷേ ഭീതിപ്പെടുത്തുന്ന വിധമായിരിക്കാം ഈ പ്രദേശങ്ങളെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒന്നുറക്കെ കരഞ്ഞാലോ ഒന്നുച്ച വെച്ചാലോ ആരും കേൾക്കാനില്ലാത്ത വിധം വിദൂരതയിലാണ് ഓരോ ഗ്രാമവും സ്ഥിതി ചെയ്യുന്നത് എന്ന് ഞാൻ സൂചിപ്പിച്ചുവല്ലോ. ഈ യാത്രയിൽ എൻ്റെ കൂടെയുള്ളത് ഷിജു ആണ്. ഷിജു മലപ്പുറംകാരനാണ്, വണ്ടൂർ ആണ് ഷിജുവിൻ്റെ താമസം. ഞാൻ വഴിക്കടവുകാരനുമാണ്. ഈ യാത്ര എനിക്ക് സമ്മാനിച്ചതിൽ ഏറിയ പങ്കും ഷിജുവിനുണ്ട്. അതിൻ്റെ പുറകിലെ കാരണങ്ങൾ വിശദമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിൽ പോലും ഇന്ത്യ എന്ന മഹാരാജ്യത്ത് നാം കാണേണ്ടതും കേൾക്കേണ്ടതുമായ സംസ്കാരങ്ങളും പ്രദേശങ്ങളുമൊക്കെ ഉണ്ട്. പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നിങ്ങൾ യാത്രകൾ പോകാൻ ശ്രമിക്കുക.
ആ യാത്രകൾ ഇത്തരത്തിലുള്ള ഗ്രാമങ്ങളിലേക്കും പ്രാന്തപ്രദേശങ്ങളിലേക്കുമൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ പലതരം കാഴ്ചകൾ കാണാൻ കഴിയും. കല്ലുകൾ മാത്രം ഉള്ള ഉണങ്ങി വരണ്ട തരിശുഭൂമിയിൽ മുള്ളുചെടികൾ മാത്രം കാണപ്പെടുന്നു എന്നത് മറ്റൊരു പ്രത്യേകത കൂടിയാണ്. എങ്കിലും ഈ പ്രദേശങ്ങളിൽ ആട്ടിടയന്മാരും ആടുകളെയും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ കൃഷി എന്ന് പറയുന്നതിൽ ഉൾപ്പെട്ടതുകൂടിയാണ് ആടുമേക്കൽ, അല്ലെങ്കിൽ ആട് വളർത്തൽ, പശു വളർത്തൽ തുടങ്ങിയവയെല്ലാം. ഏറെ നേരമായി എൻ്റെ കണ്ണുകൾ തിരിയുന്നു നിങ്ങൾക്ക് മുമ്പിൽ അത്തരമൊരു ആട്ടിടയനെയും ആടുകളെയും കാണിക്കാൻ. പക്ഷേ കാണുന്നില്ല എന്നത് നിസ്സഹായമായ ഒരവസ്ഥ കൂടിയാണ്. ഒരു തടാകത്തിലേക്ക് അടുക്കുന്നു നമ്മുടെ വാഹനം എന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. കാരണം ചുട്ടുപൊള്ളുന്ന വെയിലും വീശുന്ന കാറ്റുകൾക്ക് പോലും അതിസഹനമായ, സഹിക്കാൻ കഴിയാത്ത വിധമുള്ള ചൂടും ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. നോക്കൂ, പ്രതീക്ഷ എന്ന വണ്ണം ഒരു ഗ്രാമം നമുക്ക് അങ്ങ് അകലെ കാണാൻ കഴിയുന്നുണ്ട്. ഒരു മൊബൈൽ ഫോണിൻ്റെ ടവർ അവിടെ സ്ഥിതി ചെയ്യുന്നതായി ഞാൻ കാണുന്നു. അതാണ് ഞാൻ ആദ്യമായി കണ്ടത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഗ്രാമം സ്ഥിതി ചെയ്യുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ഗ്രാമത്തിലേക്കാണ് നമ്മുടെ യാത്ര എന്നുകൂടി ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങകലെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ എന്നെനിക്കറിയില്ല, ഒരു തടാകം സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇവിടങ്ങളിൽ ഇത്തരത്തിൽ മാത്രമാണ് നമുക്ക് ജലാശയങ്ങൾ കാണാൻ കഴിയുക. 1-2 മണിക്കൂർ ഇടവിട്ട് വരുന്ന ഇത്തരത്തിലുള്ള കൊച്ചു വാഹനങ്ങൾ ഈ യാത്രാമധ്യേ ഞങ്ങൾ കണ്ടു. വളരെ വിരളമെന്ന് പറയട്ടെ ഇത്തരം വാഹനങ്ങൾ. ഇന്നും ജന്മിത്തവും